പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ തെരുതെരേ താമര BJP റീ ഓപ്പൺ ചെയ്തു അക്കൗണ്ട് ചാത്തന്നൂരിൽ BB ഗോപകുമാറിലൂടെ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നു മിനിറ്റുകൾക്ക് മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇതാ നേമത്ത് നിന്നുകൂടി ആ വാർത്ത എത്തിയിരിക്കുന്നു. അന്ന് ഒ രാജഗോപാൽ ആണ് സംസ്ഥാന നിയമസഭയിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത് BJPക്ക് കേരളത്തിൽ. ഇപ്പോൾ ഇതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ നേമത്തും വിജയിച്ചിരിക്കുന്നു BJP. കേരളത്തിൽ ഇതാ രണ്ട് താമര വിരിഞ്ഞിരിക്കുന്നു ഒരേ സമയം. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്. നമ്മൾ പറഞ്ഞ് ഉള്ളിൽ പതിഞ്ഞ ആ പേരുകൾക്കൊപ്പം ചാത്തന്നൂരിനെയും കൂട്ടി വായിക്കാം. ഒപ്പം ഇതാ നേമത്തും താമര വിരിഞ്ഞിരിക്കുന്നു. രണ്ട് താമര, കേരളത്തിൽ രണ്ട് താമര. ആദ്യം മുതൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ നേമം നിയോജക മണ്ഡലത്തിൽ. ആദ്യ റൗണ്ടിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് 1207 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 1302 കുറഞ്ഞു. പല ഘട്ടങ്ങളിലും ആ ലീഡിലേക്ക് പിന്നോക്കം പോയ സമയത്ത് പോലും ആ ലീഡിലേക്ക് തിരിച്ചെത്താൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിരുന്നു. 8 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് 2366 ആയിരുന്നു. ഉച്ചയ്ക്ക് 1:15 5945 ആ ലീഡ് കുതിച്ചുയർന്നു. എല്ലാ കണ്ണുകളും നേമത്തായിരുന്നു. കാരണം ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിംഗ് നേമത്തുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ എല്ലാ പ്രതിയോഗികളെയും പിന്നിലാക്കിക്കൊണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ താമര വിരിയിച്ചിരിക്കുന്നു. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വിടർന്ന താമരപ്പൂവാണ്. കേരളത്തിലെ BJP പ്രവർത്തകർ എല്ലാവരും ആഗ്രഹിച്ചു രണ്ടെങ്കിലും താമരപ്പൂക്കൾ ഇത്തവണ നിയമസഭയിൽ വിരിയിക്കണം എന്ന്. അത് സാധിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ അടിമുടി നിറഞ്ഞ ആ പ്രൊഫഷണലിസത്തിലൂടെ, ആത്മവിശ്വാസത്തിലൂടെ അതിപ്പോൾ 2 സീറ്റ് പിടിച്ചുകൊണ്ട് BJP ആ ചരിത്ര വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്ന ആ വിജയമന്ത്രത്തിൽ ഇപ്പോൾ നേമത്ത് വിജയിച്ചിരിക്കുന്നു BJP. രാജീവ് ചന്ദ്രശേഖറിലൂടെ രണ്ടാമത്തെ സീറ്റും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഇടതുപക്ഷം പൂർണ്ണമായും തകർന്നടിഞ്ഞ, പിണറായി സർക്കാർ തകർന്നടിഞ്ഞ 14 മന്ത്രിമാരും പിണറായി വിജയനൊപ്പം പിന്നോക്കം പോയ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി BJPക്ക് കരുത്തോടുകൂടി കേരളത്തിൽ മുന്നോട്ട് പോകാം. അന്ന് നേമത്ത് ഒ രാജഗോപാൽ വിരിയിച്ച താമര, അന്ന് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് പിന്നീട് വി ശിവൻകുട്ടി അത് ഇല്ലാതാക്കി. വി ശിവൻകുട്ടി, കെ മുരളീധരൻ എന്നിവരായിരുന്നു അന്ന് പ്രതിയോഗികൾ. അന്ന് വി ശിവൻകുട്ടി ജയിച്ചു. ഇന്നിതാ രാജീവ് ചന്ദ്രശേഖർ നേമം തിരിച്ചു പിടിച്ചിരിക്കുന്നു. BJPയിലേക്ക് പൂട്ടിയ അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖർ തുറന്നിരിക്കുന്നു.